ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള അഡ്വക്കേറ്റ് വിനീത് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതിന് നമ്മൾ ഇടകീറി പരിശോധിച്ച് CCTV ദൃശ്യങ്ങളടക്കം പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ വാദം. ഈ ശിക്ഷാവിധി എങ്ങനെയാണ് കാണുന്നത് നമ്മൾ? തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ല ഒരു ഗുണപാഠമായിട്ടാണ് ഇത് ഞാൻ കാണുന്നത്. കാരണം എത്രത്തോളം നമ്മൾ മൂടി വെച്ചിട്ട് ഒരു കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചാലും അതിലെവിടെയെങ്കിലും ഒരു തെളിവ് കാണും. ഇതിനകത്ത് ഒരു മൂന്നാമതൊരു കണ്ണ് എന്ന് പറയുന്നത് ഈ പ്രതി അറിയാതെ മുകളിൽ CCTV ക്യാമറയുടെ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു. കാരണം ആദ്യം വെറും ഒരു 304A അപകട മരണം എന്നുള്ള രീതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോഴാണ് ഇത് പിന്നീട് മനസ്സിലാകുന്നത് ഈ CCTV ദൃശ്യങ്ങളിൽ ഈ ദൃശ്യം തീർച്ചയായിട്ടും നടന്നു കാണുമല്ലോ എന്ന്. അപ്പൊ ഈ ക്യാമറയിൽ നിന്ന് ഏകദേശം ഒരു 6-7 മീറ്റർ മാറിയിട്ട് ഈ പ്രതി കാറ് ഇട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടി ഫുട്ബോൾ കളി കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്നത് വരെ. ഇന്റൻഷണൽ മർഡർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത ആ രീതിയിൽ കൂടിയാണ്. അങ്ങനെയാണ്. കാരണം അല്ലെങ്കിൽ ഈ 27 മിനിറ്റ് എന്തിന് ഇയാൾ അവിടെ വെയിറ്റ് ചെയ്തു എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷനും പ്രതിഭാഗത്തിന് നിന്ന് പറയാനോ വാദിക്കാനോ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇതിൽ. പിന്നെ കൂടാതെ ഈ വാഹനം മൂവ് ചെയ്തിട്ട് അപ്പം അറിയാതെ സംഭവിച്ചു പോയി എന്നുണ്ടെങ്കിൽ വെട്ടിത്തിരിക്കാനെങ്കിലും ശ്രമിക്കുമായിരുന്നു എന്നുള്ള ഒരു വലിയൊരു വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇത് ഒരു ഇന്റൻഷണൽ മർഡർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. CCTV ദൃശ്യങ്ങളുടെയും മറ്റ് ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാറാണ് നമ്മളോടൊപ്പം ചേർന്നത്. നമുക്കറിയാം ഈ മർഡറിന്റെ, അതായത് ഈ കൊലപാതക സംഭവങ്ങൾ നടന്ന ആ ദിവസം മുതൽ പോലീസിന്റെ അന്വേഷണം, അതിനും അപ്പുറത്തേക്ക് പ്രോസിക്യൂഷൻ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ചില ഇടപെടലുകൾ, ഇന്റൻഷണൽ മർഡർ, അതായത് ഈ പ്രതിയായിട്ടുള്ള പ്രിയരഞ്ജൻ അവിടെ കാത്തു നിന്ന് കുട്ടിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്നത് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞതോടുകൂടിയാണ് പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ കിട്ടിയത്. മാത്രമല്ല ഈ കേസിൽ ആദിശേഖരന്റെ 3 കുട്ടികളായിട്ടുള്ള 3 സുഹൃത്തുക്കൾ, അവരുടെ മൊഴിയും നിർണായകമായി. കാരണം അവരടക്കം ഈ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു വിചാരണവേളയിൽ. അതേപോലെ തന്നെ അവർ നൽകിയ മൊഴിയും കോടതി കൃത്യമായി തന്നെ അതേ പ്രാധാന്യത്തിൽ തന്നെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജീവപര്യന്തം കഠിന തടവ് എന്ന ശിക്ഷയിലേക്ക് പ്രതി പ്രിയരഞ്ജന് ശിക്ഷ വിധിച്ചത്.